അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽറ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളും നമ്മൾ സമൂഹത്തിൽ വിവരിക്കേണ്ടായി. സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദി എന്നവരെക്കുറിച്ചും നമ്മുടെ മാർഗത്തെക്കുറിച്ചുമൊക്കെ പല രീതിയിൽ വിമർശനങ്ങളുമായിട്ട് പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് വിമർശന മനോഭാവത്തിലുള്ള ദൈർഘ്യമുള്ള ഒരു പോസ്റ്റ് ഇവിടെ പ്രചരിപ്പിക്കേണ്ടായി. സോഷ്യൽ മീഡിയകളിലൂടെ മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇതിനെ വിമർശിക്കേണ്ടായി. അതിൻ്റെ ചില പാർട്ടുകളായിട്ട് അതിന് വിശദീകരണങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിശദീകരണവുമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ സമീപിക്കുന്നത്. ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ള അധ്യാപനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 30 ജുസുവിന് പുറമെയുണ്ട് എന്നുള്ളൊരു വിഷയവുമായിട്ട്, 30 ജുസുകൾ മാത്രമല്ല അതിന് പുറമേ 10 ജുസുകൾ കൂടിയുണ്ട് എന്ന് പറയുന്ന വിഷയവുമായിട്ട് വിമർശിക്കുന്ന ആളുകൾ രംഗത്ത് വന്നു. ആ ഒരു വിഷയത്തിൽ വിമർശിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആ വിഷയവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ ഇറങ്ങിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്കാണ്. ഇത് വലിയൊരു വിഷയമാണ്. പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ ഈ വിഷയത്തിൽ ഉണ്ട് താനും. ഖൽബിലേക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും കടലാസുകളിലേക്കല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. കടലാസിൽ വന്ന ഖുർആൻ ഖൽബിലുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഖൽബിൽ നിന്നും ഖൽബിലേക്ക് മുഴുവൻ ഖുർആനും ഇറക്കാൻ എന്തു ചെയ്യും? അങ്ങനെ സാധിക്കുള്ളൂ. ഖൽബിൽ നിന്നും ഖൽബിലേക്ക് മുഴുവൻ ഖുർആനും ഇറക്കാൻ സാധിക്കുള്ളൂ. വെറും കടലാസിൽ പകർത്തിയ ഖുർആൻ കണ്ടു പരിചയിച്ച ജിസ്മിന് ജിസ്മിൻ്റെ പൂജകർക്ക് ഈ പറയുന്ന വിഷയത്തെ, വസ്തുതയെ, വാസ്തവത്തെ അവർ കേൾക്കാത്ത ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇത് ദഹിക്കൂല, അതിശയം തോന്നിയേക്കാം. കാര്യം അവർക്ക് ഈ ഖൽബിയായിട്ട് ഖുർആനിനെ കരസ്ഥമാക്കുന്ന, ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഖുർആനിനെ ഖൽബിയായിട്ട് തന്നെ കരസ്ഥമാക്കുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. കിതാബുകളെങ്കിലും ശരിക്ക് വായിച്ചവർക്ക് ഈ വിഷയം അത്ര പ്രശ്നം ഉണ്ടാകില്ല. കാരണം അങ്ങനെ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്കായിട്ട് ഈ പറയുന്ന വിഷയങ്ങളുടെ ചെറിയ ഒരു വിശദീകരണം ഇവിടെ പറയാൻ ആഗ്രഹിക്കണം. പൊതുജനങ്ങളിൽ എത്താത്ത പല സംഭവങ്ങളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം ചർച്ചകളും പണ്ഡിത മഹത്തുക്കൾ പരസ്യമായിട്ട് ഈ പറയുന്ന ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഈ പറയുന്ന ദജ്ജാലി പണ്ഡിതന്മാർ, ജാഹിലായിട്ടുള്ള പണ്ഡിതന്മാർ ഈ പറയുന്ന കിതാബുകളോ നിവേദനങ്ങളോ ഇത് ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട്, അവരുടെ ഇത്തരം വാദങ്ങൾ രംഗത്ത് വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവർ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടില്ല എന്നത് കൃത്യമായി മനസ്സിലായതുകൊണ്ട് ചില ഉദ്ധരണികൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഇബ്നു ഉമർ പറയുന്നു. പറയുന്നത്? നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, ഖുർആൻ മുഴുവൻ പഠിച്ചുവെന്ന് നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. സത്യത്തിൽ നിങ്ങളാരും അറിഞ്ഞില്ല ഖുർആൻ കുറേ പോയ കഥ. വെളിവായത് പഠിച്ചു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. മുഴുവൻ പഠിച്ചു എന്ന് നിങ്ങൾ പറയണ്ട എന്ന് പറയുന്ന ഒരു വിഷയത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്? അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു. ആരിൽ നിന്നാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇബ്നു ഉമറിൽ നിന്ന് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതാണ്. നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. പറയാറുള്ളത്? ഖുർആൻ മുഴുവൻ പഠിച്ചുവെന്ന് നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ.
നിങ്ങൾ സത്യത്തിൽ നിങ്ങളാരും എന്തല്ല, നിങ്ങളാരും അറിഞ്ഞില്ല. ഖുർആൻ കുറേ പോയ കഥ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾക്കാർക്കും തന്നെ അറിവില്ല. വെളിവായതിനെ നിങ്ങൾ പഠിച്ചു എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക. മുഴുവൻ പഠിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. സുയൂത്തി ഇമാമിൻ്റെ ഏതാണ് ഇത്ഖാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 2:32 നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഉദ്ധരണിയുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട്. ഏതാണ് ഇത്ഖാൻ തന്നെ 2:32 കാണാൻ സാധിക്കും. എന്താണ് ആ വിഷയം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അഹ്സാബ് സൂറത്തിൽ 200 അധ്യാപനങ്ങൾ, 200 ആയത്തുകൾ ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിനെ ക്രോഡീകരിച്ചപ്പോഴാണ് ഇന്നത്തെ കോലത്തിൽ ആയത് എന്ന് പറയുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു റിവായത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു റിവായത്തിനെ ഇത്ഖാൻ 2:32 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ അടുത്തൊരു റിവായത്തിൽ അടുത്ത ഒരു വിഷയം എന്താണ്, ദിർർ ബിനു ഹബീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് ഉബയ്യ് ബിനു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് എത്ര സൂക്തമുണ്ട് അഹ്സാബ് സൂറത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് 72 അല്ലെങ്കിൽ 73. അദ്ദേഹം പറഞ്ഞു അത് അൽ-ബക്കറ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് അൽ-ബക്കറയുടെ വലുപ്പമുള്ള സൂറത്തായിരുന്നു, ഇത് അൽ-ബക്കറയുടെ വലുപ്പം ഉള്ളതായിരുന്നു. അതിൽ ഞങ്ങൾ എറിഞ്ഞു കൊല്ലാനുള്ള വിധി ഓതാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്ത് വിധിയാണ് എന്ന് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, വൃദ്ധയും തമ്മിൽ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ രണ്ടിനെയും മാതൃകാപരമായ ശിക്ഷ നൽകിയതിന് ശേഷം എറിഞ്ഞു കൊല്ലുവിൻ. ഖുർആനിൽ ഈ പറയുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ആരാണ് പറയുന്നത്? ദിർർ ബിനു ഹബീസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്ന ആയത്താണ് ഈ സൂറത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഇത്ഖാൻ 2:32 നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ ആയത്താണ് ഖുർആനിൽ ഉണ്ടായിരുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നതായിട്ട് ഇത്ഖാൻ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ പറയുന്ന ആരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള മണ്ടിപ്പാഞ്ഞു വന്ന ഇവരാരും കണ്ടിട്ടില്ല. അബൂ ഉമാമയുടെ മാതൃ സഹോദരിയും ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂ യൂനുസിൻ്റെ പുത്രി ഹുമൈദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് 80 വയസ്സ് പ്രായമുള്ളപ്പോൾ ആയിഷ ബീവിയുടെ മുസ്ഹഫിലുള്ള പ്രകാരം എനിക്ക് ഖുർആൻ ഓതി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ആ ഒരു വിഷയത്തെ നമുക്കെടുത്ത് മനസ്സിലാക്കാം, കൃത്യമായിട്ട് നമുക്കൊരു പഠനം നടത്താം. അള്ളാഹുവും തൻ്റെ മലക്കുകളും നബിയിൽ സ്വലാത്ത് ചൊല്ലുന്നു, വിശ്വാസികളെ നിങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സ്വലാമും ചൊല്ലുക. കൂടെ ഒരു വിഷയം കൂടി അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, ഒന്നാമത്തെ സ്വഫിൽ നിസ്കരിക്കുന്നവരുടെ പേരിലും എന്നുകൂടി ആ ഒരു അധ്യാപനത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവിടെ ആ ഒരു വിഷയത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ അവസാനത്തെ വാക്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസഹഫ് പകർച്ചയാക്കിയതോടെ നഷ്ടമായി. ഇതാണ് സത്യം. മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഒരിക്കൽ അരുളുകയുണ്ടായി. എന്താ പറയുന്നത്? അള്ളാഹു എന്നോട് അരുളി താങ്കൾക്ക് സലാം പറയാൻ വേണ്ടിയിട്ട്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? യകുനില്ലദീന കഫറു എന്ന സൂറത്ത് ഓതിക്കൊണ്ട് അതിൻ്റെ അവസാനം ഇങ്ങനെയായിരുന്നു, മനുഷ്യന് ഒരു താഴ്വര നിറയെ സ്വത്ത് ആവശ്യപ്പെടുകയും അത് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തേതും അവൻ എന്തു ചെയ്യും? ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതും കിട്ടിക്കഴിഞ്ഞാലോ മൂന്നാമത്തേത് അവൻ ചോദിക്കും, മനുഷ്യൻ്റെ വയറ് നിറക്കാൻ മണ്ണിനെ കഴിയൂ. എന്നിട്ടോ പശ്ചാത്തപിച്ചാൽ അള്ളാഹു സ്വീകരിക്കും.
ഈ പറയുന്ന വിഷയം അവിടെ രേഖപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട്. അള്ളാഹുവിങ്കൽ ഋജുവായ കീഴ്വണക്കം ജൂതമതമോ ക്രിസ്തുമതമോ അല്ല. വല്ലവനും നന്മ ചെയ്താൽ അവനോട് നന്ദികേട് കാണിക്കുകയില്ല. ഇനി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്ന വിഷയമുണ്ട്. ബറാഅത്ത് സൂറത്തിൻ്റെ വലിപ്പമുള്ള മറ്റൊരു സൂറത്ത് അവതരിച്ചത് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും താഴെ പറയുന്ന, ഇനി വിശദീകരിക്കാം, താഴെ പറയുന്ന ചില ആയത്തുകൾ ഓർമ്മയുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മതത്തെ അള്ളാഹു ചിലരെ കൊണ്ട് ശക്തിപ്പെടുത്തും. ഈ മതത്തെ അള്ളാഹു ചിലരെ കൊണ്ട് ശക്തിപ്പെടുത്തും. അവർക്കതിന് ഭൗതികമായ വിഹിതമൊന്നും ലഭിക്കുകയില്ല. പിന്നെയോ, മനുഷ്യന് ധനത്തിൻ്റെ 2 താഴ്വരകൾ ഉണ്ടായാലും മൂന്നാമതൊന്നുകൂടി അവൻ ആഗ്രഹിക്കും. മനുഷ്യൻ്റെ വയറ് നിറക്കാൻ മണ്ണിന് മാത്രമേ കഴിയൂ. പശ്ചാത്തപിച്ച അള്ളാഹു സ്വീകരിക്കും. ഇത്തരം റിപ്പോർട്ടുകൾ ഉമറിൽ നിന്നും അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മസ്ലമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ബിർ മഊന സംഭവത്തെക്കുറിച്ച് ഹദീസിൽ പറയുന്നു. കൊല്ലപ്പെട്ടവരെ ഘാതകർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ചു അവതരിച്ച സൂക്തങ്ങൾ ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അത് ഉയർത്തപ്പെട്ടു. അങ്ങനെ ഒട്ടുമിക്ക ഒരുവിധ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മുസ്തദ്റക്കിലും അതേപോലെ തന്നെ ഇത്ഖാനിലുമൊക്കെ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുസ്തദ്റക്കിൽ ഹുദൈഫയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിവായത്തുണ്ട്. ബറാഅത്ത് എന്ന അധ്യായത്തിൻ്റെ, ബറാഅത്ത് എന്ന സൂറത്തിൻ്റെ 4 മാത്രമാണ് ഇപ്പോൾ നിങ്ങളെല്ലാം ഓതുന്നത്. ഈ പറയുന്നതൊക്കെ ഏതിലാണ് റിപ്പോർട്ട് ചെയ്ത്? മുസ്തദ്റക്കിൽ ഹുദൈഫ റളിയല്ലാഹുവിൽ നിന്നും ഹുദൈഫ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇനി സ്വഹാബികളിൽ ചിലരുടെ ഖുർആനിൽ ചില അധ്യായങ്ങൾ കൂടുതലുണ്ട്, ചിലരുടേതിൽ കുറവും. അപ്പോൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കിതാബ് വായിക്കുന്നു എന്ന് പറയുന്നവർ എല്ലാം വായിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. ഖുർആനിലില്ലാത്ത 10 ജുസ് ഖൽബെന്ന ഖുർആനിലാണ് ചെയ്യാൻ പറ്റുന്നത്? കരസ്ഥമാക്കാൻ പറ്റുന്നത്. യഥാർത്ഥ ഖുർആൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബാണ്. ഒരിക്കലും ഇത് ഒരു പേജുകളിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേപ്പർ കടലാസുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണെന്ന് ഒരിക്കലും പറയാൻ നമുക്ക് അവകാശമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്കാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബാണ്. അത് കിട്ടിയവരെല്ലാം സൗഭാഗ്യന്മാരായിട്ടുള്ള ആളുകളുമാണ്. ബാഹ്യമായ ഖുർആനിൽ മാത്രം പരിമിതപ്പെട്ട ആളുകൾ 73 വിഭാഗമായിട്ട് 73 വിഭാഗമായിട്ട് മാറിപ്പോവുകയും ചെയ്യും. അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഇതിൻ്റെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത്. വിഭാഗീയത കാണിക്കാത്തവരാണ് എങ്കിൽ ഇവർ സുയൂത്തി ഇമാമിനെയും ആയിഷ ബീവിയെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും ഹുദൈഫ തങ്ങളെയും ഇമാം റാസിയെയും എല്ലാം തന്നെ ഈ പറയുന്ന പ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അവർക്ക് ഈ പറയുന്ന ആളുകളൊക്കെ ഇതുപോലുള്ളൊരു പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് രംഗത്ത് വരട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ പറയുന്ന ആളുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അധ്യാപനങ്ങളാണ് ഞാൻ മുന്നിൽ നേരത്തെ വിവരിച്ചിട്ടുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് മഹ്ദി വരേണ്ടി വരുന്നത്? ആ കാരണങ്ങളാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ പറയുന്ന തലക്കെട്ടു കെട്ടിയിട്ടുള്ള പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം അനീതി തുടച്ചു നീക്കിക്കൊണ്ട് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇമാം മഹ്ദിയുടെ വരവ് ആവശ്യമായിട്ട് വന്നതും.
എൻ്റെ മഹദിയായിരിക്കും. എന്താ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ മഹദിയായിരിക്കും ഖുർആനും എൻ്റെ സുന്നത്തും ഏറ്റവും നന്നായിട്ട് വ്യാഖ്യാനിക്കുക, വിവരിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? നാം ഓരോരുത്തരും പഠിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മഹാന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ സാധിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി ഇമാമിലൂടെ നൽകിയിട്ടുള്ള വിവരണങ്ങളും ഈ അറിവുകളും ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട്, നിങ്ങൾ പറയുന്നു ഖുർആൻ എന്താണ് 30 ജുസിന് പുറമെ ഇനിയും 10 ജുസ് ഉണ്ട് എന്നുള്ള വിഷയത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പരിഹാസ്യമായിട്ട് നിങ്ങൾ രംഗത്ത് വരുമ്പോൾ, ഖുർആനിൽ നിന്നും പല ആയത്തുകളും പല അധ്യാപനങ്ങളും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആനിനെ ക്രോഡീകരിച്ചുകൊണ്ട് മുസ്ഹഫായിട്ട് ക്രോഡീകരിക്കുമ്പോൾ ആ ക്രോഡീകരിച്ചതിൽ പലതും കാണാൻ സാധിക്കുന്നില്ല എന്ന വിഷയത്തെ മഹത്തുക്കളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത പല സംഭവങ്ങളും കിതാബുകളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖപ്പെടുത്തിയതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? കളവാക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മഹാന്മാരെന്ന് നിങ്ങൾ വിമർശിച്ചു കൊണ്ടോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ കാഫിര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് രംഗത്ത് വരാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? ഈ വിഷയങ്ങളൊക്കെ കിതാബുകളിലുള്ളതല്ലേ. നിങ്ങൾ ഈ കിതാബുകളൊന്നും വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടോ വായിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദാക്കിറെ കൽബിയായിട്ടുള്ള ആളുകളെ നിങ്ങൾ പിൻപറ്റിയിട്ടില്ല എന്ന കാരണം കൊണ്ടാണ്. പകരം മഹദി ഇമാമിനെ എളുപ്പത്തിൽ പ്രതിക്കൂട്ടിലാക്കുക എന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഈ വിഷയത്തെ നാം നോക്കിക്കാണുന്നത്? നിങ്ങൾ ഇവിടെ ഈ പരാമർശിക്കുന്ന കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ തഫ്സീർ, അതിൻ്റെ പരിഭാഷകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് അല്ലെങ്കിൽ അറബി കിതാബിൻ്റെ ആ ഒരു രീതിയിൽ അതിനെ വിശദീകരിച്ചു കൊണ്ട് ദൈർഘ്യമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം അതിലുള്ള വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാകാവുന്ന രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആക്കി മാറ്റണം, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇത് നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഇമാം മഹദി എന്നവരെ, സർക്കാർ ഗോഹർ ഷാഹി ഇമാം എന്നവരെ എന്ത് ചെയ്യുന്നു? വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഈ പറയുന്ന ഹദീസുകൾ, ഖുർആനിൽ ചില ആയത്തുകൾ കാണുന്നില്ല എന്ന് പറയുന്ന റിവായത്തുകൾ ഉദ്ധരിക്കുന്ന മഹത്തുക്കളെ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ വിമർശിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഇമാം മഹദി എന്നവരെ, അല്ലെങ്കിൽ സർക്കാർ ഗോഹർ ഷാഹി ഇമാം എന്നവരെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന സൗഭാഗ്യം വിധിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ് ഈ സാഹചര്യത്തിൽ പറയുന്ന വിമർശന ലേഖനങ്ങളായിട്ട് രംഗത്ത് വന്ന ഓരോ വ്യക്തികളോടും എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ഈമാൻ നഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നൽകാൻ അള്ളാഹു തീരുമാനിക്കാത്ത ആളുകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് നിങ്ങൾ രംഗത്ത് വരികയില്ല എന്നത് സാന്ദർഭികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നിങ്ങളുടെ വിമർശന ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ചില വിമർശനങ്ങളുമായിട്ട്. ആ വിമർശനങ്ങൾ എന്താ സംഭവം, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പഠനം നടത്തി നോക്കുമ്പോൾ, നിങ്ങൾ വിമർശിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു വീക്ഷണം ചെയ്യുമ്പോൾ ഈ നിങ്ങൾ പറയുന്ന സാധനങ്ങളൊക്കെ മുൻകഴിഞ്ഞ മഹത്തുക്കൾ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിലൂടെ സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രേഖപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? അതുകൊണ്ട് കൃത്യമായിട്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിനെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊരു സംഘടനയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ചില വ്യക്തികളുടെയോ മാനദണ്ഡമില്ലാതെ കൃത്യമായിട്ട് നിഷ്പക്ഷമായിക്കൊണ്ട് ഓരോരുത്തരും അറിവ് നുകരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മലയാളികൾക്ക് വേണ്ടി അൾട്രാ മിഷൻ യൂട്യൂബ് ചാനൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഉറുദു, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ അറിയുന്ന ആളുകൾക്ക് അൾട്രാ TV ഇവിടെ അവൈലബിൾ ആണ്. അതിൽ സെയ്ദ് യൂനുസ് അൽ ഗോഹർ നമുക്ക് അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സെയ്ദ് യൂനുസ് അൽ ഗോഹർ 24 വർഷങ്ങളായിട്ട് അതിൽ ഇൽമു പറഞ്ഞ് അറിവുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും അന്വേഷിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അർഹിക്കുന്ന ആളുകളിലേക്ക് ഈ ഹക്കുകൾ എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.